കോതമംഗലം സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിൽ പ്രവൃത്തി പരിചയ വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനം ചെയ്തത് കിഡ്നി ഫൗണ്ടേഷൻ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമേൽ. ഭിന്നശേഷിയുള്ള മക്കൾ നാടിന്റെ പൊതുമുതലാണെന്നും ചിറമേലച്ചൻ പറഞ്ഞു. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പരിചരണത്തിലൂടെ ഇവരെ സമൂഹത്തിന്റെ പൊതുധാരയിലേക്ക് എത്തുവാൻ പ്രാപ്തരാക്കുന്ന പ്രവർത്തനങ്ങളാണ് കോതമംഗലത്തെ സാന്ത്വനം സ്പെഷ്യൽ സ്കൂൾ ചെയ്യുന്നത്. ചിറമേലച്ചൻ രാഷ്ട്രീയ കക്ഷി വ്യത്യാസമില്ലാതെ, സമുദായ മതവ്യത്യാസമില്ലാതെ എല്ലാ വേദനിക്കുന്നവരെയും ചേർത്ത് പിടിക്കുന്ന ഏറ്റവും നല്ല മാതൃക കാഴ്ചവെച്ച ഒരാദർശ പുരുഷനാണ് എന്ന് നാം എല്ലാവരും മനസ്സിലാക്കി കഴിയും. സാന്ത്വന സ്കൂളിലെ കുഞ്ഞുങ്ങളും അധ്യാപകരും മാനേജ്മെന്റും എല്ലാം ചേർന്ന് അച്ഛന് കൊടുക്കുന്ന ഒരു വലിയ സമ്മാനമാണ് ഈ സ്വീകരണം എന്ന് എനിക്ക് പറയാൻ പറ്റും. ഇവിടെ ഉറപ്പിച്ച പോലെ അച്ഛ കിഡ്നി കൊടുക്കാൻ വളരെ പഴയതാണ് ഞങ്ങൾ. കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ പ്രവൃത്തി പരിചയ വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. കിഡ്നി ഫൗണ്ടേഷൻ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമേൽ പ്രവൃത്തി പരിചയ വിഭാഗം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജീവിതമാണ് ഇങ്ങനൊരു സ്ഥാപനത്തിൽ കുറെ പ്രാവശ്യം രാജ്യങ്ങൾ മരണം വരുന്നതുകൊണ്ട് ഞാൻ ഈ കോവിഡ് കാലത്ത് അഗതി മന്ദിരങ്ങളിൽ മുഴുവൻ സഞ്ചരിക്കാൻ 365 അഗതി മന്ദിരങ്ങളുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ. 365 ലക്ഷക്കണക്കിന് നമ്മുടെ ഇപ്പോഴത്തെ ബാബ തിരുമേനിയുടെ നേതൃത്വത്തിലാണ് നമ്മൾ എല്ലാ മാസവും 1-ാം തീയതി ഈ അഗതി മന്ദിരങ്ങളിലൊക്കെ കഴിഞ്ഞ കോവിഡ് കാലത്ത് നമ്മൾ 22 ലക്ഷം രൂപയുടെ ബിരിയാണിയാണ് ഒറ്റ ദിവസം നമ്മൾ കൊടുത്തത്. അത്രയധികം അപ്പനമ്മമാരും എല്ലാവരും വീക്ഷിക്കപ്പെട്ട ആൾക്കാർ ഈ കേരളത്തിലുണ്ട്. അവസാനം നമ്മൾ പലനിരക്കാണ് തിരുമേനിയുടെ പ്രസ്ഥാനമുണ്ടല്ലോ, അതുവഴിയായിട്ട് പലചരക്ക് കൊണ്ടെത്തിച്ചു കൊടുക്കാൻ. കാരണം ഭക്ഷണം കൊണ്ടുപോകാൻ പോലീസ് സമ്മതിക്കണില്ല അന്നാ കാലത്ത്. അതൊക്കെ എങ്ങനെ സാധിച്ചു എന്നറിയോ? നമ്മൾ വീഡിയോ എടുത്തിട്ട് പറയും ഈ മനുഷ്യർക്ക് ആരുമില്ല, നിങ്ങളാണ് നിങ്ങൾ. വിയൂർ സെൻട്രൽ ജയിലിലെ അക്കൗണ്ട് നമ്പർ ഇട്ട് കൊടുത്തു. വിയൂർ സെൻട്രൽ ജയിലിലെ അക്കൗണ്ട് നമ്പറിലേക്ക് 3.5 കോടി രൂപയാണ് വന്നത്. അതുവഴി ഈ കേരളത്തിലുള്ള എല്ലാ അഗതി മന്ദിരങ്ങളിലും എല്ലാ ദിവസവും 1-ാം തീയതി ഒരു ദിവസം എങ്കിലും നല്ല ഭക്ഷണം YMCയുടെ നേതൃത്വത്തില് കൊണ്ടെത്തിച്ചു കൊടുത്തു. ഫാദർ മത്തായി ഇടയനാൽ കോറെപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജേക്കബ് ഇട്ടൂപ്പ്, വാർഡ് കൗൺസിലർ രാജി ജോബി, രാജൻ തോമസ്, ഫാദർ മാത്യു തോമസ്, ഫാദർ ബിനോയ് വർഗീസ്, പോൾ ഗർഗപ്പിള്ളിൽ, മാത്യു വർഗീസ്, PV ബെഹനാൻ, താജ് നിസ മജീദ് എന്നിവർ സംസാരിച്ചു. എക്സലൻസ് എഡ്ജ് ഡിജിറ്റൽ പ്രദർശനം, കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ എന്നിവ ശ്രദ്ധേയമായി. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.